എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റൂത്തിന്റെ കഥ കേട്ടാലോ. ബൈബിളിലെ വളരെ മനോഹരവും എന്നാൽ ഹൃദയസ്പർശിയുമായ ഒരു കഥയാണ് റൂത്തിൻ്റെത്. അമ്മ എവിടെ പോകുന്നോ അവിടെ ഞാനും വരും. അമ്മ എവിടെ പാർക്കുന്നോ അവിടെ ഞാനും പാർക്കും. അമ്മയുടെ ജനം എൻ്റെ ജനം, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് ഉറപ്പിച്ചു പറഞ്ഞവൾ റൂത്ത്. ആരാണ് ഈ റൂത്ത്? അവൾ തന്റെ അമ്മായി അമ്മയോട് കാണിച്ച സ്നേഹവും കരുണയും എങ്ങനെയായിരുന്നു? അതുമാത്രമല്ല, ദൈവം അവൾക്കൊരു നല്ലൊരു ജീവിതം നൽകി എങ്ങനെ അവളെ പരിപാലിച്ചു എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പണ്ട് ഇസ്രയേലിൽ ന്യായാധിപന്മാർ ഭരിച്ചിരുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത്. അന്ന് ബെത്ലഹേമിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ എലിമേക്ക് എന്നൊരു മനുഷ്യരും അവന്റെ കുടുംബവും താമസിച്ചിരുന്നു. അന്ന് ബെത്ലഹേമിൽ കടുത്ത ക്ഷാമം നേരിടുന്ന കാലം. ആ സമയത്ത് പട്ടിണിയും ദാരിദ്ര്യവും മൂലം എലിമേക്ക് തന്റെ ഭാര്യയായ നവോമിയെയും തന്റെ രണ്ട് പുത്രന്മാരായ മഹ്ലനെയും കില്യാനെയും കൂട്ടി മൊവാബ് എന്ന ദേശത്തേക്ക് യാത്രയായി. എന്നാൽ ഈ ഇസ്രായേൽക്കാരുടെ പ്രധാന ശത്രുക്കളായിരുന്നു മൊവാബ് ദേശക്കാർ. കാരണം അവർ വിഗ്രഹാരാധികളായിരുന്നു. അങ്ങനെ മൊവാബിലെത്തിയ എലിമേക്കിനും തന്റെ കുടുംബത്തെയും കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു. മൊവാബിലെത്തി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എലിമേക്ക് മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നവോമിയും നവോമിയുടെ രണ്ട് പുത്രന്മാരും മാത്രം തനിച്ചായി. കുറച്ചു നാളുകൾക്ക് ശേഷം നവോമി തന്റെ രണ്ട് പുത്രന്മാർക്കും മൊവാബിൽ നിന്ന് രണ്ട് സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു നൽകി. അതിൽ കില്യോന്റെ ഭാര്യയുടെ പേര് ഒപ്പേറ എന്നും മഹ്ലന്റെ ഭാര്യയുടെ പേര് റൂത്തും എന്നായിരുന്നു. അങ്ങനെ അവർ 10 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. എന്നാൽ അവർക്ക് മക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നവോമിയെ കാത്ത് മറ്റൊരു ദുരന്തം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മൊവാബിൽ വെച്ച് നവോമിയുടെ രണ്ട് മക്കളും മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നവോമിയും നവോമിയുടെ മരുമക്കളും മാത്രമായി. തന്റെ ഭർത്താവും തന്റെ രണ്ട് മക്കളും മരണപ്പെട്ടതിന് ശേഷം നവോമി വളരെ ദുഃഖിതയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തന്റെ നാടായ ബെത്ലഹേമിൽ ക്ഷാമമെല്ലാം മാറി സമൃദ്ധി തിരികെ വന്നു എന്ന് നവോമി അറിയുന്നത്. അങ്ങനെ നവോമി സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനായി തയ്യാറെടുത്തു. അങ്ങനെ നവോമി തന്റെ മരുമക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുക. കാരണം എനിക്കിനി നിങ്ങൾക്ക് നൽകാനായി മക്കളൊന്നും തന്നെ ഇല്ല. എന്നാൽ നവോമിയുടെ മൂത്ത മരുമകളായ ഒപ്പേറ നവോമി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ നവോമിയുടെ യാത്രയും പറഞ്ഞ് തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി. എന്നാൽ റൂത്ത് ആകട്ടെ നവോമിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മയെ വിട്ട് ഞാൻ ഒരിടത്തും പോകില്ല. അമ്മ എവിടെ പോകുന്നു അവിടെ ഞാനും വരും. അമ്മ എവിടെ പാർക്കുന്നു അവിടെ ഞാനും പാർക്കും. അമ്മയുടെ ജനം എൻ്റെ ജനം, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ ഭാവിയെയും എല്ലാം അവിടെ ഉപേക്ഷിച്ച് യഹോവയായ ദൈവത്തെയും നവോമിയെ വിശ്വസിച്ച് അവൾ ബെത്ലഹേമിലേക്ക് തിരിച്ചു. അവർ ബെത്ലഹേമിൽ എത്തിയ സമയത്തായിരുന്നു ബാർലിയുടെ വിളവെടുക്കുന്ന സമയം. ആ സമയത്ത് റൂത്തിനും റൂത്തിന്റെ അമ്മായിയായ നവോമിക്കും ഭക്ഷണത്തിനുള്ള വകയൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ റൂത്ത് വിചാരിച്ചു അടുത്തുള്ള ഏതെങ്കിലും ഒരു വയലിൽ പോയി കുറെ ധാന്യം ശേഖരിക്കാമെന്ന്. അതായത് അന്നത്തെ കാലത്ത് യഹൂദ നിയമപ്രകാരം വയലിലെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശേഷിക്കുന്ന ധാന്യങ്ങളും ധാന്യച്ചെടികളും അവിടെ ഉപേക്ഷിക്കണം. കാരണം അത് പാവപ്പെട്ടവർക്കും അഗതികൾക്കും വന്ന് എടുക്കുവാനാണ്. ഇത് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9-10 നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയ റൂത്ത് അടുത്തുള്ള വയലിലേക്ക് പോവുകയാണ് ധാന്യം ശേഖരിക്കാനായി. എന്നാൽ റൂത്ത് ധാന്യം ശേഖരിക്കാൻ പോയ വയലിന്റെ ഉടമയുടെ പേരാണ് ബോവാസ്. ഈ ബോവാസ് ആകട്ടെ അവിടുത്തെ ഏറ്റവും വലിയൊരു ധനികനായിരുന്നു. അദ്ദേഹം നവോമിയുടെ ഭർത്താവായ എലിമേക്കിന്റെ അടുത്ത ബന്ധുവും കൂടിയായിരുന്നു. എന്നാൽ ഇത് റൂത്തിന് അറിയത്തില്ലായിരുന്നു. റൂത്ത് അവിടുന്ന് ധാന്യം ശേഖരിക്കുന്നത് ബോവാസ് വളരെ ദൂരത്ത് നിന്ന് കാണുകയുണ്ടായി. എന്നാൽ ബോവാസ് റൂത്തിനെ കുറിച്ച് കേട്ടിരുന്നു. അതായത് തന്റെ അമ്മായിയമ്മയെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന റൂത്തിനെ കുറിച്ച് അപ്പോഴേക്കും ബോവാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ബോവാസ് നേരെ റൂത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, നീ മറ്റു വയലുകളിലേക്കൊന്നും ധാന്യം ശേഖരിക്കാനായി പോകേണ്ട. നീ ഇവിടെ തന്നെ ധാന്യം ശേഖരിക്കുക എന്റെ ദാസിമാർക്കൊപ്പം. പിന്നെ ബോവാസ് തന്റെ ദാസിമാരോട് പറഞ്ഞു, നിങ്ങൾ റൂത്തിന് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും നൽകുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിളവെടുക്കുന്ന ഭൃത്യന്മാരോട് ബോവാസ് ചെന്ന് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ധാന്യങ്ങളും ധാന്യച്ചെടികളും അവിടെ ഉപേക്ഷിക്കുക. അത് റൂത്തിന് എടുക്കാൻ വേണ്ടിയായിരുന്നു ബോവാസ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അന്ന് വൈകുന്നേരം കൈ നിറയെ ധാന്യങ്ങളുമായി റൂത്ത് തന്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. റൂത്തിന്റെ കയ്യിൽ ഒത്തിരി ധാന്യങ്ങൾ ഇരിക്കുന്നത് കണ്ട നവോമി റൂത്തിനോട് ഇത് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ റൂത്ത് അന്ന് നടന്ന കാര്യങ്ങളും ബോവാസിനെ പറ്റിയും പറഞ്ഞു. തന്റെ ബന്ധുവായ ബോവാസിന്റെ വയലിലാണ് റൂത്ത് പോയത് എന്നോർത്ത് നവോമി വളരെയധികം സന്തോഷിക്കുകയും
ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ബത്ലഹേമിലെ വിളവെടുപ്പ് കാലം അവസാനിച്ചു. തന്റെ മരുമകളായ റൂത്തിന്റെ ഭാവി ഭദ്രമാക്കുവാൻ നവോമി ഒരു പദ്ധതി ഇട്ടു. അതായത് അന്നത്തെ യഹൂദ നിയമപ്രകാരം ഗോയേൽ, അതായത് വീണ്ടെടുപ്പുകാരൻ എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിലെ പുരുഷൻ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും അദ്ദേഹത്തിന്റെ വംശം നിലനിർത്തുവാനും അതേ കുടുംബത്തിലെ മറ്റൊരു പുരുഷൻ ആ സ്വത്തുകൾ വീണ്ടെടുക്കുവാനും ആ മരിച്ചുപോയ അതേ ആളുടെ ഭാര്യയെ വിവാഹം കഴിക്കുവാനുള്ള നിയമം ഉണ്ടായിരുന്നു. ഇതറിയാമായിരുന്ന നവോമി തന്റെ മരുമകളായ റൂത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് ബോവാസിന്റെ അടുത്തേക്ക് പോകണം. ഇത് കേട്ട മാത്രയിൽ തന്നെ റൂത്ത് അന്ന് രാത്രി ബോവാസിന്റെ അടുത്തേക്ക് പോവുകയാണ്. ബോവാസ് കിടന്നുറങ്ങിയിരുന്നത് അവന്റെ ധാന്യപുരയിലായിരുന്നു. ബോവാസ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ റൂത്ത് നേരെ അവന്റെ കാൽപാദത്തിന്റെ അടുത്തായി വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോവാസ് ഞെട്ടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ തന്റെ കാൽപാദത്തിന്റെ അടുത്തായി റൂത്ത് ഇരിക്കുന്നു. അപ്പോഴേക്കും റൂത്ത് ബോവാസിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അങ്ങയുടെ ദാസിയായ റൂത്ത് ആകുന്നു ഞാൻ. അങ്ങയുടെ വസ്ത്രത്തിന്റെ ഒരറ്റം എന്നെ പുതപ്പിക്കണമേ. അങ്ങാണല്ലോ എന്റെ വീണ്ടെടുപ്പുകാരൻ. അതായത് അന്ന് യഹൂദ രീതിയിൽ എന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ താഴ്മയായി അവനോട് അപേക്ഷിക്കുകയായിരുന്നു. അവളുടെ താഴ്മയിൽ ബോവാസ് വളരെയധികം അവളോട് കരുണ കാണിച്ചു. അതായത് ചെറുപ്പക്കാരായ പുരുഷന്മാരുടെ അടുത്ത് പോകാതെ അവൾ തന്റെ കുടുംബത്തിന്റെ ഭദ്രത നിലനിർത്താൻ തന്റെ അടുക്കൽ വന്നതിന് അവൻ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല, എലിമെക്കിന് മറ്റൊരു ബന്ധു കൂടി ഇവിടെയുണ്ട്. അവൻ നിന്നെ വീണ്ടെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തു കൊള്ളാമെന്ന് അവൻ റൂത്തിനോട് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബോവാസ് നഗരദ്വാരകത്തിന്റെ അടുത്തേക്ക് എത്തി. അവിടെയാണ് അന്നത്തെ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ വെച്ച് മറ്റൊരു ബന്ധുവിനെ ബോവാസ് കാണുകയും അവനോട് ബോവാസ് ഇപ്രകാരം പറഞ്ഞു, എലിമേക്കിന്റെ ഭാര്യയായ നവോമി തന്റെ നിലം വിൽക്കാനായിട്ടിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. പക്ഷേ അക്കൂട്ടത്തിൽ അവളുടെ മരുമകളായ റൂത്തിനെ നീ വിവാഹം കഴിക്കണം. എന്നാൽ ആ അടുത്ത ബന്ധു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ നിലം വാങ്ങിച്ചു കൊള്ളാം, പക്ഷേ റൂത്തിനെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. കാരണം റൂത്തിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വന്തം സ്വത്തുക്കൾക്ക് തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് അവൻ ഭയന്നിരുന്നു. അങ്ങനെ അവൻ ബോവാസിനോട് പറയുകയായി, നിങ്ങൾ തന്നെ റൂത്തിനെ വീണ്ടെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ തന്റെ കാലിലെ ചെരുപ്പൂരി ബോവാസിന്റെ കയ്യിൽ കൊടുത്തു. അന്നത്തെ യഹൂദ നിയമപ്രകാരം ഓരോ കരാറുകൾ ഉറപ്പിക്കുന്നത് പാദരക്ഷകൾ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ബോവാസ് റൂത്തിനെ വിവാഹം കഴിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് ഒബേദ് എന്ന മകൻ ജനിക്കുകയും ചെയ്തു. തനിക്കൊരു പേരക്കുട്ടിയെ കിട്ടിയതിൽ നവോമി വളരെയധികം സന്തോഷിച്ചു. അതുമാത്രമല്ല, അവളുടെ ദുഃഖങ്ങളെല്ലാം അവൾ അതിനുശേഷം മറക്കുവാൻ തുടങ്ങി. അവളുടെ സന്തോഷം കണ്ട് ചാർച്ചക്കാരും അയൽക്കാരും എല്ലാം അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 7 മക്കളേക്കാൾ നിനക്ക് വിലപ്പെട്ടവളായ നിന്റെ മരുമകൾ നിനക്കൊരു പേരക്കുട്ടിയെ നൽകിയിരിക്കുന്നു. അങ്ങനെ റൂത്തും നവോമിയും വളരെ സന്തോഷമായി കഴിഞ്ഞു. ദൈവം അന്യജാതിക്കാരായ റൂത്തിനെയും അവിടെ സംരക്ഷിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ കഥയിൽ ഒരു ചരിത്ര പ്രധാനം കൂടിയുണ്ട്. റൂത്തിന്റെ മകനാണ് ഒബേദ്. ഒബേദിന്റെ മകനാണ് ജസായി. ജസായിയുടെ മകനാണ് ദാവീദ്. ഈ ദാവീദിന്റെ വംശത്തിലാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലിയെ കുറിച്ച് പറയുന്നിടത്ത് ചുരുക്കം ചില സ്ത്രീകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിലൊരാളാണ് മോവാബ് ദേശക്കാരിയായ റൂത്ത്. അപ്പോൾ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത കഥയുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.